നാലാമത്തെ ഫസലി ഫി തഹദീരി മിനൽ ഇൻകാരി അലൽ ഔലിയായി വസ്സാലിഹീൻ. ഔലിയാക്കൾക്കെതിരെയോ സാലിഹീങ്ങൾക്കെതിരെയോ ഇൻകാറാക്കൽ വളരെ ശ്രദ്ധിക്കണം, പറ്റൂല. അപ്പോൾ ഒരൊറ്റ പുത്തനാഴ്ചക്കാരനെ ഇവിടെ കൊള്ളൂലെന്നായി. അലർജി തന്നെ ഇവിടെ തന്നെ. കാല ഇബ്നഅത്തായില്ല. ആരാണ് ഇബ്നഅത്തായി സിക്കന്ദരി? നമ്മളെ ഇമാം. ആരാണത്? അൽ ഇമാമുൽ വലിയു അൽ വലിയുൽ കബീർ അൽ മുർഷിദുൽ ആരിഫ് ബില്ലാഹ് താജുദ്ദീൻ അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ അബ്ദുൽ കരീം ബിൻ അത്തായില്ല അൽ സിക്കന്ദരി ഷാദുലി റളിയല്ലാഹു അൻഹു. അബുൽ ഹസൻ ഷാദുലി തങ്ങളെ ഖലീഫ അബുൽ അബ്ബാസ് അൽ മുർസി, അവരുടെ ഖലീഫ ഇബ്നു അത്തായില്ല, നമ്മളെ ഹിക്കമിന്റെ മുസന്നിഫ്. വേറെ കിതാബ് എത്ര? 709 വഫാത്ത്. അവർ ആരാന്ന്? ഖലീഫത്ത് അബുൽ അബ്ബാസ് അൽ മുർസി റളിയല്ലാഹു അൻഹുവിന്റെ ഖലീഫയായിരുന്നു. അവർ അബുൽ ഹസൻ ഷാദുലിന്റെ വസാഹിബുൽ ഹിക്കം, ഹിക്കമിന്റെ സാഹിബ്. പണ്ടിലെ ഹിക്കം എന്ന് പറയുന്നേക്കാൾ നിങ്ങൾക്ക് 4 ഷറഹദാൻ പണ്ട് അള്ളാഹുത്തല തോഫിക്ക് എന്നൊക്കെ ചോദിക്കും. പഴയ കാലത്തെ വയസ്സന്മാർ പറയും ഹിക്കമെന്ന കിതാബ് ഉണ്ട്, ഇഹ്യാഉലുമ്മദ്ദീൻ 12, ചില യഹ്യാഉലുമ്മദ്ദീൻ എന്ന് പറയും. അല്ല, കാണാനും പഠിക്കാനും കേൾക്കാനും അള്ളാഹു തോഫീക്ക് കോരി വാരിട്ട് തന്നിട്ട് ഇപ്പോൾ ഉള്ളത്. അതാ ഏതാ ഹിക്കമ്? അല്ലത്തി ത്വാറത്ത് കുല്ല മതാർ, പറന്നെത്താവുന്ന എല്ലാ സ്ഥലത്തും ആ ഹിക്കമ് പറന്നെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനത്തെ കിതാബാണ്. ഖാല ദഹബി, ഇമാം ദഹബി പറയുന്നു, കാനത്ത് ലഹു ജലാലത്തുൻ നജീബ, നമ്മളെ ഇമാമിന് വല്ലാത്തൊരു ജലാലത്താണ്. വബഖഅൻ ഫിൻ നുഫൂസ്, നഫ്സുകളിൽ എല്ലാവർക്കും വലിയ ആദരവാണ്. ആരോട്? ഇബ്നു അത്തായില്ല തങ്ങളോട്. വമുശാറകത്തുൻ ഫിൽ ഫളാഇൽ, എല്ലാ ഫളാഇലിലും മൂപ്പർക്ക് വലിയൊരു പങ്കെടുത്തവരാണ്, ഇൽമിലാവട്ടെ അമലിലാവട്ടെ. വകാന യതകല്ലമു ബികലാമിൻ യുറബ്ബിഹു നുഫൂസ്, നഫ്സുകൾക്ക് നല്ല സമാധാനം പകരുന്ന കലാമ് കൊണ്ട് സംസാരിക്കുന്നവരായിരുന്നു. ആര്? പഴയ കാലം ദുഃഖിതരെ പോയിട്ട് അന്നൊക്കെ ഉദ്ബോധിക്കുന്നത് ഹിക്കമൻ എന്തെന്നൊരു കലാം എടുത്തിട്ട് പറഞ്ഞാൽ എല്ലാം തണുത്തില്ലേ. വമസദ കലാമൽ ഖൗമി, ഖൗമിന്റെ കലാമിനെ കൂട്ടിക്കലർത്തി ബിയാസാരി സലഫ്, സലഫു സാലിഹ്യങ്ങളെ കലാമായിട്ട് കൂട്ടി, എല്ലാം കൂടെ കൂട്ടി അണക്കിട്ട. അപ്പോൾ ഹിക്കമ് വായിച്ചാൽ ഹദീസിന്റെ വായന ഉണ്ടാകും, ഖുർആന്റെ വായന ഉണ്ടാകും, കോലത്തിൽ ഹിക്കമാണ്. ഫനൂനിൽ ഇൽമി, ധാരാളം ഇൽമിന്റെ ഫന്നുകളുമുണ്ട്. റഹിമഹുല്ലാഹു തആല വനഫഅനാ ബിഹി ആമീൻ. എന്തിനാ പറയുന്നത്? ഫീ ലതായിഫിൽ മിനൻ, അതൊരു കിതാബാണ്. അവിടെ തന്നെ നോക്കുമ്പോൾ തന്നെ കാണും. അതാ ഇപ്പം കിട്ടുന്നുണ്ട്, ലതായിഫുൽ മിനൻ. ഏതാ കിതാബ്? ഫി മനാഖിബി ശൈഖ് അബുൽ അബ്ബാസ് അൽ മുർസി ബശൈഖ് അബുൽ ഹസൻ എന്നാണ് ഇതിന്റെ പേര്. അത് മത്ബൂഅൻ എന്ന തബഅണ്ട്, നമുക്ക് കിട്ടിയ വാങ്ങിച്ചിട്ട് ഓതേണ്ട കിതാബാണ്. ആ ലതായിഫുൽ മിനൻ പറഞ്ഞു മാനസ്സുഹു, അതിന്റെ ഇബാറത്ത് തന്നെ എടുത്തു വെക്കുന്നത് വസിയ്യത്തുൻ വ ഇർഷാദുൻ. ഇത് ഹിക്കമിന്റെ ഇബാറത്ത്, മറ്റേ ഇബ്നു അത്തായില്ല തങ്ങളുടെ ഇബാറത്താണ്. ഇയ്യാക അയ്യുഹൽ അഖൂ, എൻ്റെ സഹോദര, നീ വളരെ ശ്രദ്ധിക്കണം. ഇലൽ വാഖിഈന ഫി ഹാദിഹി ത്വായിഫ, ഈ തായിഫത്തിൽ ആക്ഷേപം പറയുന്നവരൊക്കെയുള്ള നീ സംഘടിക്കുകയോ പോകുകയോ അവർക്ക് ബന്ധപ്പെടുകയോ ചെയ്യുന്നു, നീ വളരെയധികം ശ്രദ്ധിച്ചു കൊള്ളണം എന്നാ പറഞ്ഞു. വേറാരാണ് ആ കൂട്ടർ? അൽ മുസ്തഹ്സിഈന ബിഹിം, അവരെ പരിഹസിക്കുന്ന കൂട്ടരുണ്ടല്ലോ. എന്തിനാ? ലിയല്ലാ തസ്ഖുത മിൻ ഐനില്ലാഹ്, അള്ളാന്റെ കണ്ണിൽ നിന്ന് നീ വീണു പോകാൻ പാടില്ല. വതസ്തൗജിബൽ മഖ്ത മിനല്ലാഹ്, അള്ളാന്റെ പക്കൽ നിന്ന് ശിക്ഷക്ക് നീ അർഹനാകാതിരിക്കാനുമാണ് ഞാനീ പറയുന്നത്. അതുകൊണ്ട് ഫഇന്ന ഹൗലായിൽ ഖൗമ, നമ്മുടെ ഖൗമ് ജലസു മഅല്ലാഹ്, അള്ളാഹിനോടൊപ്പം ഇരുന്ന് അലാ ഹഖീഖത്ത് സിദ്ഖ് വൽ ഇഖ്ലാസ്, സിദ്ഖിന്റെയും ഇഖ്ലാസിന്റെയും ഹഖീഖത്ത് പാലിച്ചുകൊണ്ടാണ്. അത് പേരും ഒരു ലാഹിർ മാത്രമല്ല. വൽ വഫാ, അള്ളാഹുമായി ചെയ്ത കരാർ പൂർത്തിയാക്കലാണ്. വ മുറാഖബത്തിൽ അൻഫാസി മഅല്ലാഹി സുബ്ഹാനഹു വ തആല, ഓരോ ശ്വാസോച്ഛ്വാസവും അല്ലാഹുവിനോടൊപ്പം മുറാഖബ ചെയ്തുകൊണ്ടാണ് അവർ കഴിഞ്ഞുകൂടുന്നത്. ഖദ് സല്ലമു ഖിയാദഹും ഇലൈഹി, അവരുടെ നയിക്കാനുള്ള അധികാരമുണ്ടല്ലോ അള്ളാഹ് കേൾപ്പിച്ചു കൊടുത്തിരിക്കുന്നു. വഅൽഖൗ അൻഫുസഹും ബൈന യദൈഹി, ഓരോ നഫ്സിനെ അള്ളാഹ്ക്ക് വേണ്ടി ഇട്ടുകൊടുക്കുകയാണെങ്കിൽ അള്ളാഹ് ബന്ധം ചെയ്തോട്ടെ. വതറക്കുൽ ഇൻതിസാറ ലി അൻഫുസിഹിം, ഓരോ നഫ്സിന് വേണ്ടി സഹായം തൊടൂല, നഫ്സിന് അനുകൂലമായിട്ടൊന്നും സംസാരിക്കൂല.
ഹയാഅൻ മിൻ റുബൂബിയ്യത്തിഹി, റുബൂബിയ്യത്തിനെ ലജ്ജിച്ചുകൊണ്ട്. കാരണം അള്ളാഹുവിൻ്റെ ഇതിന് ഇറാദത്തില്ലാതെ കണ്ട് അത് നടക്കൂല എന്ന് വെച്ചാൽ എന്താക്കും? അതിനെതിരായിട്ട് പറഞ്ഞാൽ അള്ളാഹിനോട് ഇത്ര എന്ന് പറയില്ലാവില്ലേ? വേണ്ട. വഖ്തിഫ ബി ഖയ്യൂമിയ്യത്തി, അള്ളാഹു തന്നെ നിയന്ത്രിച്ച് അവൻ്റെ നിയന്ത്രണം കൊണ്ട് മതിയാക്കി. അതുകൊണ്ട് ഫഖാമ ലഹും, അള്ളാഹു തആല നിലനിന്ന് ഇവർക്ക് വേണ്ടി ബി ഔഫാ മാ യഖൂമൂന ലി അൻഫുസിഹിം, ഓരോ സ്വന്തം ശരീരത്തിന് സ്വയം നിൽക്കാവുന്നതിനേക്കാൾ പരിപൂർണമായ അവസ്ഥ കൊണ്ടെന്താക്കി അള്ളാഹു തആല നിലനിന്നിരിക്കുകയാണ്. അതേതുപോലെ കൽ മുഹാരിബി ലിമൻ ഹാറബഹും, ആ മഹാന്മാരോട് ആരാണോ യുദ്ധം ചെയ്യുന്നത് അവരോട് അള്ളാഹു മുഹാരിബായി. ഫഖദ് ആദൻതുഹു ബിൽ ഹർബ് വൽ മുഗാലിബി ലിമൻ ഗാലബഹും, അവരെ കീഴ്പ്പെടുത്താൻ ആഗ്രഹിച്ചവരെന്താക്കി കീഴ്പ്പെടുത്തി കളയും. കേട്ടാ എന്നിട്ട് പറയുന്നു വഖദ് ഉബ്തുലിയ ഹാദിഹി ത്വായിഫത്തു ബിൽ ഖൽഖി, ഈ ത്വായിഫത്ത് പടപ്പുകളെ കൊണ്ട് വല്ലാതെ ബലായിലായിട്ട് എല്ലാവർക്കും തവണ ഓറ കുറ്റം പറയണം. ഖുസൂസൻ പ്രത്യേകിച്ച് അഹ്ലൽ ഇൽമി, ലാഹിറായ പഠിച്ച ജാഹിലിനെ കൊണ്ട്. മനസ്സിലായില്ല? സാധാരണ നാടന്മാരല്ല, പഠിച്ച ജാഹിലുണ്ടാവും, അവരെ കൊണ്ടാണ് നടന്നത്. ഫകല്ല അൻ തജിദ മിൻഹും, ആ പഠിച്ച ജാഹിലുണ്ടല്ലോ അവരുടെ കൂട്ടത്തിൽ നിന്ന് വളരെ കുറവാണ് മൻ യൻശരിഹു സദ്റുഹു ലിതസ്ദീഖ് ബി വലിയ്യിൻ മുഅയ്യനിൻ, ഒരു മുഅയ്യനായ ഒരു വലിയ സത്യമാക്കൽ ഇവർക്ക് സാധിക്കൂല. ഇല്ല എന്ന് പറയും. വലിയാന്നെന്താ തെളിവെന്നാ ചോദിക്കല്. നാടന്മാരല്ല, നാടന്മാർ ചിലപ്പോൾ എന്താ കര കമിഞ്ഞിട്ട് വരലാണ്. മൽ യഖൂലു ലക, നിന്നോട് പറയും നഅം, ഔലിയ ഉണ്ട്, പക്ഷേ നഅലമു അന്നൽ ഔലിയാ മൗജൂദൂന, ഔലിയാക്കം മൗജൂദാന്ന് നമ്മൾ അറിഞ്ഞാലും വലാകിൻ ഞാൻ ഓരോ എവിടെ ഉള്ളത്, നമ്മുടെ ഇടയിലൊന്നും ഇല്ല. എവിടെ ഉള്ളത് എന്ന് കണ്ടെന്നട്ടെ, എവിടെ ഔലിയ? ഫലാ യുദ്കറു ലഹു അഹദുൻ, ഒരാളെ പറ്റി പറയപ്പെടൂല ഇല്ലാ ഖദ യർഫ ഖുസൂസിയത്തല്ലാഹി ഫീഹി, ആ പറയപ്പെട്ട വ്യക്തിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഖുസൂസിയത്തിനെ ഓർമ്മ നീക്കിക്കളയും. ഇന്നാളില്ലേ ഓർമ്മതിനെ വെച്ച് വേറൊരാളെ പറഞ്ഞു കൊടുക്കും, ഓരത്തിനെ വെച്ച് അല്ലാഹു തആല അവർക്ക് കൊടുത്ത ഖുസൂസിയത്തിനെ തള്ളിപ്പറയലല്ലോ. ആരെ പറ്റി പറഞ്ഞാലും ചുരുക്കത്തിൽ ഔലിയ എന്നുള്ള ആളേ ഇല്ല. അങ്ങനെ പറച്ചലി താലിക്കല്ലിസാനി, നാവങ്ങട്ട് കെട്ടയിച്ചിട്ടാ പറയാൻ ഒരു സങ്കോചവും അവർക്കില്ല. എന്തിന്? ബിൽ ഇഹ്തിജാജ്, അതിനെന്തല്ലോ തെളിവുദ്ധരിക്കും. എങ്ങനത്തത്? ആര്യം മിൻവുജൂദി നൂറി തസ്ദീഖ്, അതിൽ തസ്ദീഖിന്റെ നൂറ് എന്ന സാധനം അത് നഗ്നമായിരിക്കുന്നു, ഒന്നുമില്ല, ആ കോലത്തിലാണ്. അതുകൊണ്ട് ഫഹദർ മിമ്മൻ ഹാദാ വസ്ഫുഹു, ഈ പറയപ്പെട്ട വസ്ഫുള്ള ഒരാളെ നീ വളരെ ശ്രദ്ധിക്കണം. വഫിർറ മിൻഹു ഫിറാറക മിനൽ, സിംഹത്തിനെ കാണുമ്പോൾ നീ എപ്രകാരം ഓടുന്നു അതുപോലെ ഈ കുട്ടത്തിൽ നിന്ന് ഓടിക്കുമെന്നാണ്. ഇൻതഹ. എന്താ പറച്ചലി? قال سيدنا الشيخ الإمام عبد الله الحداد رضي الله عنه ونفعنا الله به وحشرنا في زمرته പറയുന്നു من أنكر على العارفين, അള്ളാഹുവിൻ്റെ ആരിഫീങ്ങൾ ആരെങ്കിലും ഇൻകാറാക്കിയാൽ ഉബ്തുലിയ ബി കസ്വത്തിൽ ഖൽബി, കൽബിൻ്റെ കസാവത്ത് കൊണ്ട് വനന്താക്കും അള്ളാഹു തആല പരീക്ഷിക്കും. പിന്നെ ആ കൽബിൽ ഒരു ഖൈറും കയറൂല, മാറിയായി. വഖാല ശൈഖ് അബൂ തുറാബ് നഖ്ശബി റളിയല്ലാഹു അൻഹു പറയുന്നു, ആരാണത്? അൽ ഇമാമുൽ ഖുദവത്തു അൽ വലിയു ശൈഖു ത്വായിഫ. അവർക്കത്തെ സ്ഥാനം പേര് നോക്കിയാൽ ശൈഖു ത്വായിഫത്താണ്. അബൂ തുറാബ്, അബൂ തുറാബ് ഓമന പേരാണല്ലോ. സ്വന്തം പേര് അസ്കർ ബിൻ ഹുസൈൻ അൻ നഖ്ശബി എന്നാണ്. വഫാത്ത് 245-ലാണ്. കതബൽ ഇൽമ, ഇൽമ ധാരാളം എഴുതിയിട്ടുണ്ട്. വതഫഖഹ, വലിയ ഫഖീഹുമാണ്. സുമ്മ തഅല്ലഹ വതഅബ്ബദ, പിന്നെ അല്ലാഹുവിന്റെ മഹബ്ബത്തിൽ ലയിച്ചു ചേർന്നിട്ട് ഇബാദത്തിലാണ് കഴിഞ്ഞുകൂടിയത്. വസാഹ വതജറദ, ദുനിയാവിന്റെ എല്ലാ ബന്ധങ്ങളും വിട്ടുകൊണ്ട് ധാരാളം സഫർ ചെയ്തു. കാന ശൈഖുഹു ഹാത്തിമുൽ അസ്മാണ് ഉമർ ശൈഖ്. ഉണ്ടില്ലേ? ഖാല ഇബ്നുൽ ജല്ലാഹ് പറയുന്നു, സഹിബത്തു അൽഫൈ ശൈഖിൻ, ഞാൻ 2000 ശൈഖന്മാരെ കൂടെ കൂടിയിട്ടുണ്ട്. മാലഖീതു മിസ്ല അബീ തുറാബിനെ പോലെ ഞാൻ ആരെയും കണ്ടിട്ടില്ല. എന്താണ് ആള് കണ്ടാ? വാഖർ മിൻ കലാമിഹി ലമ്മാ സുഇല അൻ സിഫത്തിൽ ആരിഫി, നോക്കടാ വേറെ ആൾ പറഞ്ഞത് വേറെ കലാമിൽ ലമ്മാ സുഇല മിൻ സിഫത്തിൽ ആരിഫ്, ആരിഫിന്റെ സിഫത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അല്ലദീ ലാ യുഖദ്ദിറുഹു ശൈഉൻ വയസ്ഫി ബിഹി കുല്ലു ശൈഇൻ,
അവരെ കലർപ്പിലാക്കാൻ ഒരു വസ്തു ഉണ്ടാവില്ല. എല്ലാ കലർപ്പുള്ള സാധനങ്ങളും ശുദ്ധീകരിക്കലാണ് ഓരോ പണി. ആരിഫീങ്ങളെ വസ്തു എന്നത് ഓറെ കലർപ്പാക്കാൻ ആർക്കും കഴിയൂല. സ്വയം ഉള്ളത് മറ്റുള്ളതിന് ശുദ്ധീകരിക്കലാണ് ഓരോ പണി. അങ്ങനെയുള്ള അബൂ തുറാബ് നഖ്ശബി പറഞ്ഞു, ഇദാ അലിഫൽ ഖൽബു അൽ-ഇറാദ അനില്ലാഹ്, അള്ളാഹുവിനെ തൊട്ട് ഒരു കൽബ് എന്താക്കി അവഗണന ശീലമാക്കിയാലുണ്ടല്ലോ, ഓനിക്ക് സാഹിബത്തുൽ ബഖിയത്തു ഫി അഹ്ലില്ലാഹ്, അള്ളാഹിന്റെ അഹ്ലുകാരെ കുറ്റം പറയലായിരിക്കും അവന്റെ കൂടെ ഉണ്ടാകുക. അപ്പൊ അള്ളാഹു തആല ഒരാളെ അവഗണിച്ചതിന്റെ തെളിവാണ് ഇതൊന്നും. അൽ-ഇറാദ അനില്ലാഹ്. വഅലം, നീ അറിയണം, അന്ന അംബിയാ അല്ലാഹി വ ഔലിയാഹു, അല്ലാഹുവിന്റെ അംബിയാക്കളും ഔലിയാക്കളും യതഖല്ലഖൂന ബിർറഹ്മതി മഅ ഇബാദില്ലാഹ്, അല്ലാഹുവിന്റെ ഇബാദിനോടൊപ്പം റഹ്മത്ത് കൊണ്ടാണ് അവർ ഖുലുഖുണ്ടാവുക. കണ്ടാ? അപ്പൊ അത് ഫലാ യദ്ഊന അലാ മൻ ളലമഹും, അവരെ ആക്രമിച്ച ഒരാൾക്കെതിരെ അവർ ദ്വാരക്കാൻ നിൽക്കൂല. പിന്നെ ഗൈറ അന്നല്ലാഹ സുബ്ഹാനഹു വ തആല, പക്ഷെ അല്ലാഹു തആലക്ക് ദേഷ്യം പിടിച്ചിട്ടുണ്ട്. അപ്പൊ അള്ളാഹ് നേരിട്ടുണ്ടാക്കും. ബോർഡ് ദ്വാരക്കാതിരിക്കട്ടെ നോക്കൂല. അല്ലാഹ് യുഗാറു അലൈഹിം അൻ തുൻതഹക ഹുർമത്തുഹും, അവരുടെ ഹുർമത്ത് പറിച്ചു ചിന്തപ്പെടുക. അയുഅത്ത ഹറമുഹും, അല്ലെങ്കിൽ അധികാരമില്ലാതെ അവർ ഹറമിലേക്ക് ആരെങ്കിലും കാല് വെക്കുക. ആ തുഖ്ഫറ ദിമമുഹും, അല്ലെങ്കിൽ ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ അത് പൊളിക്കുക ആരെങ്കിലും ഉണ്ട്. ഫഇൻദ ദാലിക യഖൂമു ലഹുൽ ഹഖ്, ഹഖ് സുബ്ഹാനഹു വ തആല എന്താക്കും, അവിടെ രംഗത്ത് വരും. വയന്തഖിമു ലഹും മിമൻ ആദാഹും, അവരോട് ശത്രുത വെച്ച ഉണ്ടല്ലോ അവിടെ ശിക്ഷ ഇറക്കും. വയുൻസിഫുഹും മിമൻ നാബാഹും, അവർ അകറ്റി നിർത്തിയവരോട് എന്താക്കും, അല്ലാഹു തആല നീതി പ്രവർത്തിക്കാൻ നടത്തുന്നു. അവരൊന്നും ചെയ്യുന്നില്ല. കമാ ഖാല ഫിൽ ഹദീസിൽ ഖുദ്സി, അപ്രകാരം ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, എൻ്റെ ഒരു വലിയനെ ആരെങ്കിലും ശത്രുത പ്രകടിപ്പിച്ചാൽ അവനോട് ഞാൻ യുദ്ധം ചെയ്തിരിക്കുന്നു, പ്രഖ്യാപിച്ചിരിക്കുന്നു. അഖ്റജഹുൽ ബുഖാരി ഫീ സഹീഹിഹി. അതിനർത്ഥം എന്താ? അഅലംതുഹു അന്നി മുഹാരിബുൻ ലഹു, ആ ശത്രുവായി മാറുന്നവനുണ്ടല്ലോ അവനോട് ഞാൻ യുദ്ധം ചെയ്യുമെന്ന് അറിയിപ്പ് കൊടുത്തിരിക്കുന്നു. എന്തുകൊണ്ട്? വദാലിക ലിഅന്നൽ വലിയ ലാ യൻതസിറു നഫ്സിഹി, സ്വന്തം നഫ്സിനെ കൊണ്ട് എന്താക്കൂല, ഇന്തിസാർ ചെയ്യൂല ഒരു വലിയ. അതിന് പകരം അല്ലാഹു ഫയകൂനുല്ലാഹു സുബ്ഹാനഹു വ തആല ഹുവല്ലദി യൻതസിറു ലഹു, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കും, അവർക്ക് പ്രതികാരം എടുക്കാൻ വേണ്ടി അല്ലാഹ് തയ്യാറായിട്ട് വരും. ഫനഊദു ബില്ലാഹി മിൻ മുആദാത്തി ഔലിയാഇഹി. ഖാല സയ്യിദി അൽ-ഇമാം അഹ്മദ് ഇബ്നു ഇദ്രീസ് അൽ-മഗ്രിബി റളിയല്ലാഹു അൻഹു, നമുക്ക് പരിചയമുള്ള പേരാണ്. ഹുസൈൻ ബക്കറി തങ്ങളെ ശൈഖാൻ. നമ്മളെ നാട്ടിൽ ജീവിച്ച കുപ്പത്ത് ഉമറുള്ളാർക്കാന്ന് പറഞ്ഞ 100 കൊല്ലം വഫാത്തായിട്ട് കുപ്പത്താണ്, നമ്മൾ ഈ തളിപ്പറമ്പ് കുപ്പത്ത്. അതിൻ്റെ ഉപ്പപ്പാൻ്റെ ശൈഖാണ്. ഉമറുള്ളാർക്കായിട്ട് വലിയ കൂട്ടുകെട്ടാണ്. 1344 മൂപ്പർ കൊച്ചിയിൽ വെച്ചിട്ട് ദിക്ർ ഹൽക്കയിൽ വഫാത്താണ്. ഓരോ ശൈഖാണ് ആര്? ഹുസൈൻ അൽ ബക്കരി റളിയല്ലാഹു അൻഹു. ഹുസൈൻ അൽ ബക്കരിക്ക് ഒരു ശൈഖാരാണ് മുഹമ്മദ് ഫാസി റളിയല്ലാഹു അൻഹു ആണ്, മറ്റൊരു ശൈഖാണ് അഹ്മദ് ഇബ്നു ഇദ്രീസ്. സാദിർ തരീഖത്തിൽ അതിലുണ്ടല്ലോ ആ കമാൽ സലാത്തിലുണ്ടല്ലോ അഹ്മദ് ഇബ്നു ഇദ്രീസ് അൽ ഗൗസിൻ ലഹീറും സലാത്തിൽ പറയുന്നില്ലേ മൂപ്പർ തന്നെ. നോക്ക്, അൽ ഇമാമു അൽ ഖുതുബു അൽ ഗൗസു അബുൽ അബ്ബാസ് അഹ്മദ് ഇബ്നു ഇദ്രീസ്. കണ്ടോ അശ്ശരീഫ്, കുറേ അഹ്മദ് ഇബ്നു ഇദ്രീസ് ഉണ്ട്. അബുൽ അബ്ബാസ് എന്നറിയില്ല, അബുൽ അബ്ബാസ് അൽ മുർസി. കണ്ടോ അബുൽ അബ്ബാസ് നമ്മളെ പറഞ്ഞില്ലേ മുജിബാത്തുർ റഹ്മാൻ മുസന്നിഫ് കമാലുർ റദ്ദാദ്, അബുൽ അബ്ബാസ് അഹമ്മദാണ്. അങ്ങനെ പല അബുൽ അബ്ബാസ് അഹമ്മദ് സിബിത്തി ഉണ്ട്. ഓരോ ഖബർ സിയാറത്ത് ചെയ്ത മക്കളില്ലാത്താക്ക് മക്കാവും എന്ന് പറഞ്ഞില്ലേ പണ്ട് സനൂസിയിൽ ഓതിയിരുന്നു. അതാ ആ ഷരീഫ് അൽ ഇദ്രീസിൽ ഹസനി തങ്ങളെ തോഫി 1283 വഫാത്ത്. അപ്പോൾ നമ്മുടെ ഫഖറുദ്ദീൻ ഉപ്പാപ്പൻ്റെ കാലത്തുണ്ട്. 1898 ആരാ വഫാത്ത്? ഫഖറുദ്ദീൻ തങ്ങളെ വഫാത്ത്. മൗലിദുഹു ബിൽ അറാശി ഖുർബ ഫാസ്, ഫാസിന്റെ അടുത്താണ് മൂപ്പർ ജനനം. ഇജ്തഹദ ഫി ത്വലബി, ഇൽമ തേടുന്ന വിഷയത്തിൽ നല്ല അധ്വാനിച്ച്. ഹത്താ ബലഗൽ ഇമാമത ഫി ഉലൂമിൽ ലാഹിർ, ലാഹിറായ ഇൽമിലി വലിയ പദവി നേടി. വസലക ഫി തരീഖി ഷാദുലിയ്യ, ഷാദുലി തരീഖത്തിലാണ് സുലൂക്ക്.
വഫുതിഹത് ലഹു അബ്വാബുൽ മവാഹിബ്, അള്ളാഹുവിൻ്റെ ഓശാരങ്ങളുടെ വാതിലുകൾ അവർക്ക് തുറന്നു കൊടുക്കപ്പെട്ടു. ഇർതഹല ഇലാ മിസ്ർ വൽ ഹിജാസ് വൽ യമൻ, ഇവിടത്തേക്കെല്ലാം യാത്ര ചെയ്ത്. വബിഹാ കാനത്ത് വഫാത്തുഹു, യമനിലാണ് ഇപ്പോൾ വഫാത്ത്. അഖദ അൻഹു, അവരുടെ മക്കൾ നിന്ന് വാങ്ങിയ ആളുകളാണ് അകാബിർ അശ്രി കസ്തനൂസി വലാഫിൽ മദനി. മുകളിലേക്കെത്തി. ഉസ്മാനുൽ മിർഗനി, ആബിദു സിന്ദി വഗൈറുഹും. വന്തശറ തരീഖത്തുഹു, അവരുടെ തരീഖത്ത് ലോകപ്രസിദ്ധമാണ്. വകാനത്ത് ലഹു ശുഹറത്തു താമ്മത്തു ബിത്തഹഖീഖി ഫിൽ ഉലൂം, ഉലൂമിൽ തഹഖീഖാക്കുന്ന വിഷയത്തിൽ വൽ വിലായത്തിൽ ബാഹിറ. അപ്പോൾ അഹമ്മദ് ബിൻ ഇദ്രീസ് മനസ്സിലായില്ല, ഇങ്ങനെ എത്ര ആളെ മനസ്സിലാക്കാനുണ്ടെന്ന്, എത്ര വിലക്കന്മാരുടെ പേര് കേൾക്കാനുണ്ടെന്ന്. മൂപ്പർ പറയുന്നത് അല്ലാഹ് അല്ലാഹ്, നീ അള്ളാഹനെ സൂക്ഷിക്കണേ. എന്താ? മുസ്ലിമൻ, ഒരു മുസ്ലിമിനെ നിസ്സാരപ്പെടുത്തണ്ട. ചിലപ്പോൾ നീക്കി തിരിവില വിലാത്തോറിലുണ്ടോന്ന്. ആ ഒത്തുതിയഹു, അല്ലെങ്കിൽ എന്തെങ്കിലും ശല്യം ചെയ്യൽ സൂക്ഷിക്കണം. എന്നോട് ഫഖദ് യകൂനു വലിയ മിൻ ഔലിയാഇല്ലാഹി, അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ആളാകാം. വാന്തല തഷ്ഉറു, അവരുടെ വിലായത്ത് എനിക്ക് അറിയൂല. നമ്മെന്തല്ലോ സങ്കല്പിച്ച് വിലായത്തിന് ഇന്നൊക്കെ വേണം, പക്ഷെ ആ ജാടയും പച്ചത്തലീക്കെട്ടോ അങ്ങനത്തെ ഒന്നും ചിലപ്പം കാണൂല. ആള് വലിയിരിക്കും. അല്ല പറഞ്ഞ വൈസൽ കർണറിയാം, നുബൂവത്തിന്റെ നാവ് കൊണ്ട് പരിചയപ്പെടുത്തിയിട്ടല്ലേ വൈസൽ കർണിന് വിലായത്ത് പുറത്തുകൊണ്ടത്. അങ്ങനെ നിസാരപ്പെടുത്തിയാൽ അള്ളാഹുവിന്റെ ഖദബിൽ നീ പെട്ടുപോയേക്കും. ഫഫിൽ ഹദീസി ഇന്നല്ലാഹ ലയഗ്ളബു ലിഔലിയാഇഹി, അള്ളാഹിന്റെ ഔലിയാക്കൾക്ക് വേണ്ടി അള്ളാഹു തആല എന്താക്കും? ഖദബാകും. കമാ യഗ്ളബുൽ ലൈസു ലിഅശ്ബാലിഹി, ഒരു സിംഹത്തിന് എന്താക്കും? അതിന്റെ കുഞ്ഞുങ്ങളെ തൊട്ട് കളിച്ചാൽ സിംഹത്തിന് ദേഷ്യം പിടിക്കുന്നത് പോലെ അള്ളാഹു തആല എന്താക്കും? ഖദബ് ചൊരിച്ചു കളിക്കുന്നവർ. കല്ലൈസി ഹല്ല മഅൽ അശ്ബാലി ഫീ അജ്മീൻ കണ്ടില്ല. വല്ലാഹു സുബ്ഹാനഹു വതആല യുഹാരിബു സലാസത അൻബാഹിം മിൻ അഹ്ലിൽ മആസി, കുറ്റവാളികളിൽ നിന്ന് 3 വിഭാഗത്തിനെയാണ് അല്ലാഹു തആല യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞത്. ഒന്ന് ഖാതിഉ തരീഖ്, കൊള്ളക്കാരൻ. വആകില റിബ, പലിശ വാങ്ങുന്ന ആള്. നമ്മൾ ഇപ്പോഴത്തെ വൽ മൂദിയ ലിഔലിയാഹി, മൂന്നാരാണ്? അന്ന് ഔലിയാക്കളെ ബുദ്ധിമുട്ടാക്കുന്നവർ. വഫിൽ ഹദീസിൽ ആഖിറൽ ഖുദ്സി മൻ ആദാലി വലിയ ഫഖദ് ബാറസനി ബിൽ മുഹാറബ, എൻ്റെ ഒരു വലിയനെ ആരെങ്കിലും ശത്രുത വെച്ചാൽ എന്തായി? എന്നോട് യുദ്ധം പ്രഖ്യാപിച്ചവനായി മാറിയില്ലേ. കണ്ടോ? വഖാല തആല, അതിന് ഔലിയാക്കളെ വിഷയത്തിൽ. ഇനിയോ ഖാതിഉ തരീഖിനെ. വഖാല തആല ഇന്നമാ ജസാഉൽ ലദീന യുഹാരിബൂന അല്ലാഹ വറസൂലഹു എന്ന് ആയത്തോടി നോക്ക്. അൽ മാഇദ 33-ാമത്തെ ആയത്ത് നോക്ക്. വഖാല തആല ഫി ആകിലിർ റിബ, പലിശ തിന്നുന്ന ആളെ പറ്റി പറഞ്ഞു. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വദറൂ മാ ബഖിയ മിനർ റിബ ഇൻ കുൻതും മുഅ്മിനീൻ ഫഇൻ ലം തഫ്അലൂ ഫഅ്ദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി. അപ്പം 3 തെളിവ് കൊണ്ടുവന്നു. കണ്ടില്ലേ? വഫിൽ ഹദീസ് മൻ ആദാലി വലിയ ഫഖദ് ഹറബല്ലാഹ എന്നും ഹദീസിൽ അഖ്റജഹുൽ ഇമാമു അഹ്മദു. വഖാല ബഅദുൽ ആരിഫീൻ, ചില ആരിഫീങ്ങൾ പറഞ്ഞ വാക്കാണ് അൽ വലിയു ഖദ് യഗാറു ഇദാ ഊദിയ ഔ ലം യുഹ്തറം. ഒരു വലിയന് അരിശമുണ്ടാകും എപ്പോൾ എന്തെങ്കിലും ശല്യമേറ്റ് അല്ലെങ്കിൽ അവർ ആദരിക്കപ്പെടാതിരുന്നാൽ. അത് നീ മനസ്സിലാക്കൽ ഓരോ സ്വന്തം തടിക്ക് വേണ്ടിയല്ല, എന്ന് ആദ്യം മനസ്സിലാക്കി വെക്കണം. ഒന്നു എന്നിട്ടോ വിചാരിക്കും ബഅലുന്നാസി, ചില വിവരമില്ലാത്ത ആളുകൾ എപ്പോൾ ഇതാലിക്കമെന്നു, ഈ വലിയന്റെ അരിശം കാണുമ്പോൾ അന്നദാലിക ഇൻതിസാറും മിന്നൽ നഫ്സിഹി, സ്വന്തം നഫ്സിന്റെ വേണ്ടിയുള്ള ഇൻതിസാറാണ് കണ്ടത്. എപ്പോ ബുദ്ധിമുട്ടാക്കുമ്പോൾ ആ ഒരു തലമുള്ളി താലീമിയല്ല, താലീമിന് തേടുകലാണ്. ഇപ്പം ലം യുഹത്തറമിലേക്ക് നോക്കി 2 പറഞ്ഞില്ലേ? ഇതാ ഊദിയ ഔ ലം യുഹത്തറം, അല്ല ലഫ്നശ്ര മുറത്തമായിട്ട് വാക്ക് ഇൻതിസാറും മിന്നൽ നഫ്സിഹി. എവിടത്തേക്ക്? ഇതാ ഊദിയയില്ലേ. പിന്നെ ലം യുഹത്തറം എന്ന എൻ്റെ നഫ്സിനെ താലീമാക്കിയിട്ടില്ല എന്ന് വെച്ചിട്ടാണ് കാണിക്കുന്നത്. വലൈസല്ലം കദാലി, കാര്യം അങ്ങനെയല്ല. ഓർ സ്വന്തം തടിക്ക് വേണ്ടി ഒന്നും ചെയ്യൂല. വലാകിൻ ഗൈറത്തുൽ ലിമാ യഅലമുഹു മിമ്മാ ഔദഅഹു അല്ലാഹു തആല ഫീഹി മിൻ സിദ്ദിൽ വിലായ,
വിലായത്താകുന്ന ഒരു സിറിനെ അള്ളാഹു താല അതിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ആരും ജവറിൽ ആ വിഷയത്തിന് വേണ്ടിയിട്ടാണ് സംഗതില്ല അവരിൽ വെച്ചു കൊടുത്ത വിലായത്ത് എന്ന സിറ് ആദരിക്കപ്പെടാത്തത് കൊണ്ടാണ് അവർക്ക് ദൃശ്യം വന്നത് നോക്കണം. ോട് ചോദിച്ചു അൻ ദുആഇ സയ്യിദന സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ദുആ നടന്നിട്ടുണ്ട്. അയാൾ 3 ദുആ റിയാദുസ്സാലിഹിൽ കാണാലോ, കറാമത്തുൽ ഔലിയയില് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെ കുറ്റപ്പെടുത്തി ഉമർ റളിയല്ലാഹു അൻഹുവിലേക്ക് പോയിട്ട് പരാതി. അയാൾക്ക് ഇമാമത്ത് എടുക്കാൻ അറിയില്ല, അയാളെ ഫാത്തിഹ ചെയ്യില്ല. അങ്ങനെ ഇപ്പോൾ കമ്മിറ്റി പറയുമ്പോൾ തന്നെ ഒരാൾ പോയിട്ട് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് വന്നു. ജനങ്ങളോടെല്ലാം അന്വേഷിച്ചു, ഞാനൊരു ഇമാമിനെ സഅദിനെ അയച്ചാന്നല്ലോ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എല്ലാവരും നല്ലതാവും. അപ്പൊ ഇയാൾ പറഞ്ഞ പരാതി ഒന്ന് കേൾക്കണമല്ലോ. പള്ളിയിൽ വിചാരണ നടത്തി. അപ്പൊ ഇയാൾ പറയുന്നുണ്ടല്ലോ, എനിക്ക് ഫാത്തിഹ അറിയില്ല, അതില്ല ഇതില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. സേതങ്ങൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിസ്കരിക്കുന്ന കണ്ടതുപോലെ ഞാൻ നിൽക്കിച്ചു കൊടുത്തിട്ടുണ്ട്, തങ്ങൾ ഓതിയതുപോലെ ഞാൻ ഓതിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മൂപ്പറ പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു അത് തന്നെയാണ് ഞാൻ നിന്നെ പറ്റി വിചാരിച്ചത്. അപ്പൊ ഇയാൾ പറഞ്ഞതോ, മൂപ്പർ കയ്യർത്തിയിട്ട് പറഞ്ഞു, ഇയാൾക്ക് ഞാൻ എതിരെ 3 ദുആ ഇറക്കുന്നുണ്ട്. ആ 3 ദുആ കൊണ്ട് അയാൾ പൊല്ലാപ്പില്ലായി. എന്നിട്ട് ഇടക്കിടക്ക് ചോദിക്കുന്ന അസാബത്തിന് സഅദിന്റെ ദുആ എനിക്ക് വലിച്ചുപോയി മക്കളെ. ആള് ഗതി കെട്ട് ആ ദുആനെ പറ്റി ചോദിച്ചല്ലോ. എന്നിട്ട് പറഞ്ഞു, സഅദിനെ സ്വന്തം തടിക്ക് വേണ്ടിയിട്ടല്ല, പള്ളിയിൽ ഇങ്ങനെ എത്രയോ ഇമാമിങ്ങളും എത്രയോ നല്ല ആളുകൾ വെക്കുമ്പോൾ കുറ്റം പറയുന്ന ഒരു താക്കീതിന്റെ വേണ്ടി അത് വരുന്ന തൊട്ട് കളിച്ചങ്ങനെ ഉണ്ടായിരുന്നു. മനസ്സിലാക്കി ഞാൻ മൂപ്പർ പറഞ്ഞ് അലല്ലദീ തകല്ലമ ഫീഹി, സഅദ് റളിയല്ലാഹു അൻഹു ആക്ഷേപിക്കുകയും മൂപ്പർ അപമാനിക്കുകയും ചെയ്ത ഒരാൾക്ക് സഅദ് തങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് അൽ-അഫ്വു മാപ്പ് കൊടുക്കണമെന്നും വഅദമുൽ ഇന്തിഖാമി പ്രതികാരം എടുക്കാൻ പാടില്ല എന്നുമാണല്ലോ. അത് സഅദ് തങ്ങൾക്ക് അള്ളാഹിന്റെ കൽപ്പന. പക്ഷെ ഇയാൾക്കെന്ത് ദ്വാരനന്ദിനി ഫഅജാബ റളിയല്ലാഹു അൻഹു ഫഅല്ലാഹു ബിഹി. ഒരു മറുപടി ബിഅന്ന ഹാദാ ലൈസ മിൻ ബാബി ഫളീലത്തിൽ അഫ്വി അലൽ ഇന്തിഖാം. ഇവിടെ ഇന്തിഖാമിനെ കാണാൻ അഫ്വിന് ഫളീലത്തുണ്ട് എന്ന ബാബ ഇവിടെ കാണണ്ട. പ്രതികാരം എടുക്കുന്നതിനേക്കാണ് അഫ്വിന് സ്ഥാനമുണ്ട് എന്നെന്താക്കണ്ട ഇവിടെ കാണണ്ട. ആ ബാബ് മാറിപ്പോയി. പിന്നെന്താ നഫ്സിന് വേണ്ടിയല്ല, ഹാശാഹു നഫ്സിന് വേണ്ടിയാകും എന്ന് പറയുന്നതിനെ തൊട്ട് ഞാൻ അവരെ പരിശുദ്ധരാക്കുന്നു. അതെന്തിനാ ചെയ്ത്? ഞാനൊരു സഹാബിയാണ്. ഒരു സഹാബിനെ എന്താക്കും? വേറെ ആളെ നീ കുറ്റം പറയും. ആ പറയാൻ പാടില്ല, എനിക്ക് കാണട്ടെ, പാടാം. അന്തുന്തഹക്ക തങ്ങളോടുള്ള സുഹബത്തിന് എന്താക്കണം? അതിന്റെ ഹുർമത്ത് പാലിക്കാതെ വരള തൊട്ട് പാഠമാക്കാൻ വേണ്ടി എന്തുവായിരുന്നു. ഇത് സഅദ് തങ്ങളെ മാത്രം കഥയല്ല. സഹാബത്തിൽ നിന്നുള്ള ഏതെങ്കിലും റുതുബയുള്ള ഏതെങ്കിലും സാഹിബിന്റെ വക്കന്ത് ഇപ്രകാരം വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെയും രഹസ്യം അങ്ങനെ തന്നെയാണ്. അവ കൈരി അല്ല സഹാബിയാവണമെന്നില്ല. മിൻ അഹ്ലി റുത്ബി ദീനിയ, ദീനിയ ഏതെങ്കിലും അർത്തബയിൽ നിന്ന് അല്ലതി യുഅദ്ദി തർക്കുൽ ഇന്തിഖാമി ലഹ, അദ്ദേഹത്തിന് ഇന്തിഖാം ഒഴിവാക്കിയാൽ എന്താ? ഇലാ ഇഹാനത്തി ദീനി, ദീനിനെ പരിഹസിക്കുന്നതിലേക്ക് എത്തിച്ചു. അപ്പൊ അവർ നിലക്ക് നിർത്തണം. വഹതകില്ലഹു കണ്ടാ, ദീനിനെ പറിച്ചു ചിന്തയിലേക്ക് എത്തും. ഫമസ്ലു ഹാദാ, ഇത്തരത്തിലുള്ളത് ഹിമായത്തുൽ ദീനിൽ മുഹമ്മദി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ചേർക്കപ്പെട്ട ദീനിനെ ഒരു സംരക്ഷണമാണ്. ദന്തിഖാമുൽ ലിന്നഫ്സ്, നഫ്സിനുള്ള പ്രതികാരം വരുന്നത്. ഇൻതഹ മുലഖസം മിനൻ നഹ്റിൽ മൗറൂദ്. എത്രയുണ്ട്? ഒരുപാടത്തിനുണ്ടാവും അല്ലേ? ഒരു ശിക്കാത്തും കൂടി എന്താ കറക്റ്റാവും.
മനസ്സിലാക്കുന്നില്ല. ഉഖൂബത്തുൽ മുൻകിരീന അലൽ ഉലമാഇ വസ്സാലിഹീൻ, ഉലമാക്കൾക്കെതിരെയും സാലിഹീങ്ങൾക്കെതിരെയും ഇൻകാറാക്കിയ ഉഖൂബത്താണ്. അവർക്കെന്ത് ശിക്ഷ കിട്ടി? قال العلماء رحمهم الله تعالى إن الوقوع بنحو غيبة أو نميمة في أهل العلم, ഇൽമകാര കാര്യത്തിൽ ഗീബത്ത് കൊണ്ടോ നമീമത്ത് കൊണ്ടോ കൈകടത്തുക എന്നുള്ളത് മിൻ കിബാരി ദുനൂബ്, ബന്ധദോഷങ്ങളിൽപ്പെട്ടതാകുന്നു. പാർട്ടി വന്നപ്പോൾ തുടങ്ങി, ഇപ്പം അതായിരുന്നു. ഫഫാഇലുഹു ഫാസിഖുൻ, അപ്രകാരം ചെയ്യുന്നവൻ ഫാസിഖാണ്. മർദൂദു ഷഹാദ, അവന്റെ സാക്ഷ്യം തള്ളപ്പെടേണ്ടതാണ്, സാക്ഷിക്ക് കിട്ടൂല. വാല വാലിൽ അംരി, അധികാരം ഏറ്റെടുത്ത വാലിയുണ്ടല്ലോ, അവർക്ക് കടമപ്പെട്ടതാണ് അൽ മുബാലഗത്തു ഫി തൻകീലി ബിഹി, അവനെ നന്നായിട്ട് എന്താക്കണം, മാതൃകാപരമായി ശിക്ഷിക്കുന്ന വിഷയത്തിൽ. എന്തിനാ? ലി അല്ലാ യകുന ദരിയൻ ഇഹ്തികാലുൽ ഉലമാ, ഉലമാക്കളെ നിസ്സാരപ്പെടുത്തുന്നതിലേക്ക് ഇനി ഒരു പാത ഉണ്ടാകാൻ പാടില്ല. അത്തരത്തിലുള്ള ശിക്ഷ കൊടുക്കണം. കണ്ടാ, ഇതെപ്പോഴും വഹാദ ഇതാലം യസ്തഹില്ല അതാഹും, അവരെ ബുദ്ധിമുട്ടിക്കൽ ഹലാളാണെന്ന് കരുതാത്താക്കായി പറഞ്ഞത്. ഹലാലാന്ന് കരുതിയാ പിന്നെ ഖാത്തില് തന്നെ നാം വഹത്തിക്കാറുഹും ആലിമൻ ബിദാലിക് വഇല്ല, അങ്ങനെയല്ല, ഹലാലാന്ന് തേടി എന്നാ ഫഹുവ മുർത്തദ് യുഖ്തലു ബിരിദ്ദത്തി, മുർത്തദായ ബഗൽ കൊല്ലപ്പെടുകയാണ് വേണ്ടത്. എവിടെ? ഇതാലം യതുബ്, തൗബ ചെയ്ത് മടങ്ങാത്ത കാലത്തോളം. വഖദ് ജുർരിബ അന്നഹു മൻ വഖഅ ഫിൽ ഉലമാ, ഉലമാഇന്റെ വിഷയത്തിൽ ഒരാൾ കൈകടത്തിയാൽ ഉംതഹിന ബിസൂഇൽ ഖാതിമ, സൂഉൽ ഖാതിമത്ത് കൊണ്ട് അവനിക്ക് അല്ലാഹു തആല വിധിച്ചിരിക്കുന്നു. വൽനിയാദു ബില്ലാഹ് തുമ്മ അൽനിയാദു ബില്ലാഹ്. വഖാല സയ്യിദുനാ അബ്ദുൽ ഖാദിർ അൽ ജീലാനി റളിയല്ലാഹു അൻഹു, മൂപ്പറെ പറ്റി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നാ പറയുന്നത്. എന്തുകൊണ്ട്? ആർക്കും അറിയാത്ത. എന്നാലും അൽ ഖുതുബുൽ അഷ്ഹർ, അലമുൽ ഔലിയാ അശ്ശൈഖ് അബൂ മുഹമ്മദ് അബ്ദുൽ ഖാദിർ ഇബ്ൻ അബൂ സാലിഹ് അൽ ജീലാനി അൽ ഹംബലി അൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു 471 ജനിച്ച് 561 വഫായി. 90 വയസ്സ്, നന്നായി 90 കാലം വരുന്നവർ. അൽ വലിയുല്ലദി, എങ്ങനത്തെ വലിയ തബ്ബഖത്ത് ശുഹറത്തുൽ ആഫാഖ്, മശ്രിഖ് മഗ്രിബ് ആകാശം ഭൂമിയിൽ അവരുടെ ശുഹറത്ത് നിറഞ്ഞിരിക്കുകയാണ്. ആകാശത്തും മേലും ഭൂമിക്ക് താഴെയും അവരെ കോടി നീളം അപ്പോലെ ഉള്ളോവർ. ഷെയ്ഖ് അബ്ദുൽ ഖാദിറിൽ കൈലാനി എന്നോവർ, ഷെയ്ഖന്മാർക്കെല്ലാവർക്കും കുതുബായി വന്നോവർ. അല്ലാഹ് സ്നേഹിച്ച മുഹ്യിദ്ദീൻ എന്നോവർ, അറ്റമില്ലാതോളം പോരിശയുള്ളോവർ. എന്താ? قال سلطان العلماء الزيد بن عبد السلام رضي الله عنه പറയുന്നു, മാ നുഖിലത്ത് കറാമാത്തു അഹദിൻ, ഒരൊറ്റ വലിയന്റെയും കറാമത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ബി തവാത്തുരി, തവാത്തുർ കൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇല്ല ഷെയ്ഖ് അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹു അല്ലാതെ. അല്ലെ കുതുബിദ് പറഞ്ഞ മലഅത്ത് മുദ കമൻ കമിൻ കറാമാതി ഹഖ് മിൻക ഖദ് ലഹറത് منيرة في قلوب الخلق قد زهرت كمعجزات نبي في الورى اشتهرت يا من دعا ربه يا محيي الدين. محيي الدين അല്ലേ? അപ്പം ദീന് വഹിയാറിയിക്കുന്ന ആളോ? യാ മുഹയ്യിയ الدين يا محيي الدين يا محيي الدين عبد القادر الجيلاني. ملأت مدونة كتبا مؤلفة هوت الأعاجب أخبارا مسلفة ضاءت إلى الهشد آثارا مخلفة أعليت دين الهدى يا محيي الدين يا محيي الدين يا محيي الدين عبد القادر الجيلاني. പറയുന്നത് ഒരു വലിയന്റെ അഭിമാനത്തിൽ ഒരാളെ കൈകടത്തി സംസാരിച്ചാൽ അവന്റെ കൽബ് മരിക്കൽ കൊണ്ടെന്താകും? അപ്പോൾ കൊല്ലുന്നത് അന്യെന്ന് പറഞ്ഞാൽ സാധാരണ രൂപത്തിൽ മരിച്ചിട്ട് കാണൂല, പക്ഷെ കൽബ് മരിച്ചിട്ടുണ്ട്. അബുൽ അബ്ബാസ് മുർസി റളിയല്ലാഹു അൻഹു നേതാവ് അൽ വലിയുൽ കബീർ സയ്യിദി അബുൽ അബ്ബാസ്
അഹമ്മദ് ബിൻ ഉമർ അൽ മുർസി റളിയല്ലാഹു അൻഹു വഫാത്തപ്പോൾ 686-ലാണ്. നമുക്കറിയപ്പെട്ടാണല്ലേ വാരിസ് ഉലൂമി അബുൽ ഹസൻ ശാദിലി തങ്ങളുടെ മുഴുവൻ ഇൽമും ശേഖരിച്ച് വെച്ച ആളാണ്. വഅഹദു അജല്ലിൽ ഔലിയാ, ഔലിയാക്കളിൽപ്പെട്ട ഏറ്റവും വലിയ നേതാവുമാണ്. അഫറദ തർജുമതഹു തിൽമീദുഹു ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു ഫീ കിതാബിൽ ലതായിഫുൽ മനിനിൽ മുഴുവൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അതാ കാണുന്ന കിതാബ് തന്നെ. അൽ മാദ ദിക്റുഹു കണ്ടാ മഖാമുഹു ബിൽ ഇസ്കന്ദരിയ ഷഹീറുൻ ഖിബിലത്തുൽ ലിസുവാർ. സന്ദർശിക്കുന്നവർക്ക് കിബിലയാണ്. അവരുടെ ഖബർ ഇസ്കന്ദരിയയിൽ പ്രസിദ്ധമാണെന്ന് പറഞ്ഞു അബുൽ അബ്ബാസ് അൽ മുർസി. കേടാ മൂപ്പർ പറയും തതബ്ബഅന അഹ്വാലൽ ഖൗം, ഖൗമിന്റെ അഹ്വാൽ നാം ചിക്കി പരിശോധിച്ചു നോക്കി. ഫമാ റഅയ്നാ അഹദൻ അൻകറ അലൈഹിം വമാത ബിഖൈരിൻ അബദാ. അവരാരെങ്കിലും ഇൻകാറാക്കിയിട്ട് ഖൈറോടുകൂടി മരിച്ച ഒരാളെ ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. ഖൈറായിട്ട് മരിച്ച ഒരാളെ നമുക്ക് അറിയണ്ടേ? അങ്ങനത്തെ ഒരാളുണ്ടായിട്ടില്ല. പരിശോധിച്ചറിഞ്ഞ കാര്യം. വഖാല അബു അബ്ദുല്ലാഹിൽ ഖുറശി. അബു അബ്ദുല്ലാഹിൽ ഖുറശി ആരാന്ന്? ഇർശാദുൽ ജാഫിയിൽ മൂപ്പറെ പറ്റി ഒരുപാട് മദ്ഹ് പറഞ്ഞിട്ടുണ്ട്. അബുൽ അബ്ബാസ് അൽ ഖുറശിന്റെ ചരിത്രം നമ്മൾ അബുദാബിയിൽ നിന്ന് ക്ലാസ്സിലെത്തി പറഞ്ഞിട്ട് കാണാം. അബു അബ്ദുല്ലാഹിൽ ഖുറശി അതായത് അൽ വലിയു സാഹിദു അൽ ഖുതുബത്തുർ റബ്ബാനി അബു അബ്ദുല്ലാഹി മുഹമ്മദ് ബിനു അഹ്മദ് ബിൻ ഇബ്രാഹിം അൽ ഖുറശി അൽ ഹാഷിമി അൽ അൻദലുസി. 599-ലാണ് മൂപ്പർ വഫാത്ത്. കാന ദാ കറാമാത്തിൻ വഅഹ്വാൽ, ഒരുപാട് കറാമാത്തും അഹ്വാലുമുള്ള ആളായിരുന്നു. സഹിബഹു ജമാഅത്തും മിനസ് സാലിഹീൻ, സാലിഹീങ്ങളിൽപ്പെട്ട കുറേ ആളുകൾ മൂപ്പർ സുഹബത്തിലുണ്ട്. വകാനതഹു ജലാലത്തുൻ അജീബത്തുൻ വശുഹറത്തുൻ അഖാമ മുദ്ദത്തൻ ബിമിസ്ർ സുമ്മ സക്കനൽ ഖുദ്സ വബിഹാ തുവഫിയ. ഇതിൽ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. ജാഫിയിൽ ധാരാളം ഓരോ കറാമത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. മൂപ്പർ പറയുന്നു മൻ ഗളിബ മിൻഹു വലിയ്യുൻ, ഒരാളോട് എന്താക്കി ഒരു വലിയന് ദേഷ്യം വന്നു. നളുരിബ ഫീ ഖൽബിഹി ബിസഹമിൻ മസ്മൂം, വിഷത്തിൽ ഊട്ടപ്പെട്ട ഒരമ്പ് അയാളെ മനസ്സിലെന്താ തറച്ചു പോയിരിക്കുന്നു. വലം ജമത്ത്, അയാൾ മരിക്കൂല ഹത്താ തഫ്സുദ അഖീദത്തുഹു, അദ്ദേഹത്തിന് അഖീദ ചീത്തയായിട്ട് ഫയമൂത അലാ ഖസ്സി ഹാലി, ഏറ്റവും മോശമായ ഒരു ഹാലിൽ മരിച്ചു പോകുന്ന മൂപ്പർ വന്നു റളിയല്ലാഹു അൻഹു. വമിൻ കലാമി ശൈഖിൽ ആരിഫ് ബില്ലാഹി ഹുസൈൻ ബിൻ അബ്ദുല്ലാഹി ബാഫളിൽ. ആരാണ്? കാന മിനൽ ഉലമാഇൽ ആരിഫീൻ, ആരിഫീങ്ങളായ ഔലിയാക്കളിൽപ്പെട്ടവരാണ്. ആശഫി തരീം മാത്ത 979-ലാണ് വഫാത്ത്. കുറെ പഴയ ആളാണ്. വഹുവ സാഹിബ് കിതാബിൽ ഫുസൂലിൽ ഫതഹിയ എന്ന കിതാബുണ്ട് ഫി തസൗഫിൽ. അത് മഖ്തൂത്തുൻ, കയ്യെഴുത്താണ്. മൂപ്പർ പറയുന്നത് ലാ യുൻകിറു അലൽ ഔലിയാ, ഈ ഔലിയാക്കളെ ഇൻകാറാക്കൂല. ഇല്ല മയ്യത്തുൽ കൽബി, കൽബ് മരിച്ചു പോയ പറയാനല്ലാണ്ട് കുറവാക്കൂല. 2 നാഖിസുൽ അഖൽ, അഖലില്ലാത്തവനാണ്. 3 മുദ്ദഇൻ, ഓനെ അങ്ങനത്തെ ആളെന്ന് ഇങ്ങനത്തെ ആളെന്ന് ബാധിക്കാന്നേ ഉള്ളൂ, ഹഖീഖത്തിലല്ല. റാദിൻ അൻ നഫ്സി, ഓൻ്റെ സ്വന്തം നഫ്സിനെ തൊട്ട് പൊരുത്തപ്പെട്ടിട്ടുണ്ടോ വലിയ ഒരാളാണെന്ന് എന്താക്കി ധരിച്ചു വെച്ചിട്ടുണ്ട്. അഹ്മഖു, എന്താ പറയാൻ ബാക്കി? ജാഹിലി, മഗ്റൂർ, യാബിസ്, ജാമിദ്, ഹശബി, മുബ്തദി, അഅമൽ ബസീറ, മഖ്സൂഫുൻ ബിഹി, മഫ്തൂനുൻ, ഹാലികുൻ, മംഖൂതുൻ ഇൻദല്ലാഹ് വ ഇൻദന്നാസ്, ലാ യുഖ്ബലു ഖൗലുഹു വലാ യുഅബഉ ബിഹി. അവൻ്റെ വാക്ക് കേൾക്കാനും പറ്റൂല, അംഗീകരിക്കാനും പറ്റൂല. എത്ര കണ്ട് പറഞ്ഞു. വയഖ്റുജു മിനദ് ദുനിയ അലാ ഗൈരി ദീനിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ദീൻ എല്ലാത്തിൻ്റെ മേൽ ഓൻ ദുനിയാവിൽ നിന്ന് പോകും. വയുബ്തലാ ബിൽ ഖില്ലി വബിൽ ഫഖ്രി ഫി ദുനിയ, ദുനിയാവിൽ ഇല്ലായ്മ കൊണ്ടും ഫഖീർത്തരം കൊണ്ടും അല്ലാഹു തആല അവനെ പരീക്ഷിക്കും. വല അദാബുൽ ആഖിറതി അശദ്ദു വഅബക, പരലോകത്തിലേക്ക് വരട്ടെ കാണിച്ചു കൊടുക്കുന്നവൻ. ലാ വറഅ ലഹു വലാ തഖ്വ ബൽ വലാ ഇസ്ലാമ വലാ ഈമാൻ വലൗ തലബ്ബസ ബിശൈഇൻ മിൻഹാ ഫീ ളാഹിരിഹി, ളാഹിറിൽ അതുമായി എന്തെങ്കിലും ചെയ്യുന്നതൊക്കെ കണ്ടെന്ന് വരാം. ഫഇന്നഹു ഖലിയ്യുൻ അനിൽ ജമീഅ, ഇതില്ല വറഇല്ല തഖ്വയില്ല ഇസ്ലാമുൽ ഈമാനും അവനെ തൊട്ട് ഖാലിയാണ്. ലിഅന്നഹു ലാ ഖലാഖ ലഹു,
അതുകൊണ്ട് അവനിക്ക് ഒരു സൗഭാഗ്യമില്ലാത്ത വ്യക്തിയാണെന്നാണ്. ഇൻതഹ നഖലഹു സയ്യിദുൽ ഹബീബ് അലി ഇബ്നു ഹബ്സൻ അൽ ഹത്താസ് ഫിൽ ഖിർതാസിൽ പറഞ്ഞിരിക്കുകയാണ്. ഇനി എന്താണ് ഒരാളെ പറ്റി പറയാനുള്ള ബാക്കി? എത്ര ഭസ്മ പറഞ്ഞിട്ടെ നിണ്ടിയ മയ്യിത്തുൽ ഖൽബ്, നാഖിസുൽ അഖല്, മുദ്ദഇ, റാദിൻ അൻ നഫ്സിഹി, അഹ്മഖ്, ജാഹിലി, മഗ്റൂർ, ജാബിസ്, ജാമിദ്, ഹശ്വി 10 മുബത്തദി, അഅമൽ ബസീറത്ത്, മഖ്സൂഫുൻ ബിഹി, മഫ്തൂൻ, ഹാലികുൻ, മംഖൂത്തുൻ ഇൻദല്ലാഹി വ ഇൻദന്നാസി, ലാ യുഖ്ബലു ഖൗലുഹു വലാ യുഅബഉ ബിഹി വയഖ്റുജു മിനദ് ദുനിയ ലാ ഗൈറ ദീനിൽ ഇസ്ലാം വയുബ്തലാ ബിൽ ഖില്ല് വബിൽ ഫഖ്രി ഫിദ് ദുനിയ ലാ വറഅ ലഹു വലാ തഖ്വ വലാ ഇസ്ലാം വലാ ഈമാൻ. ഇനി പറയാനൊന്നും ബാക്കി വെച്ചിട്ടില്ല. ഇങ്ങനെ അളക്കട്ട്, ഒരു ഗ്ലാസ് ഉണ്ടെങ്കിലേ തീരൂ.